അങ്ങനെ പുലി വരുന്നേ പുലി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അഭിഷേക് ശർമ്മ എത്തിയിരിക്കുകയാണ്. അഭിഷേക് ശർമ്മ വീണ്ടും ഡക്കാവുന്നു. കഴിഞ്ഞ മത്സരത്തിൽ നമീബിയക്കെതിരെ കളിക്കാതിരുന്ന അഭിഷേക് ശർമ്മ തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം സഞ്ജു ആണ് പകരം എത്തിയത്. 8 പന്തുകളിൽ നിന്നും 22 റൺസ് അടിച്ച് സഞ്ജു പുറത്തായെങ്കിൽ പോലും അഭിഷേക് ശർമ്മയുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. പക്ഷേ ഇതാ പാകിസ്ഥാനെതിരെ ആദ്യത്തെ ഓവറിന്റെ അവസാന പന്തിൽ അഭിഷേക് ശർമ്മ ഒരു റണ്ണ് പോലും എടുക്കാതെ 4 പന്തുകൾ വേസ്റ്റ് ആക്കിക്കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. USA-ക്കെതിരെ ഇതേ T20 ലോകകപ്പിലെ ആദ്യത്തെ മത്സരത്തിൽ ഡക്കായി പോയ അഭിഷേക് ശർമ്മയെ ഇതാ വീണ്ടും തിരികെ എത്തിച്ച് കൊണ്ടുവന്നപ്പോൾ വീണ്ടും ഒരു റണ്ണ് പോലും സ്കോർ ചെയ്യാൻ സാധിക്കാതെ ഓപ്പണിംഗിൽ ഒരു വിടവ് സംഭവിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടി വരും. കൈയടി പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആഖയ്ക്ക് തന്നെ കൊടുക്കണം. കാരണം ആദ്യത്തെ ഓവർ തന്നെ ഞാൻ എറിയാം എന്ന് പറഞ്ഞ് കൃത്യമായി ഈ കോൺടെസ്റ്റ് ഇതൊരു വാശിയേറിയ പോരാട്ടമാണ് ഇന്ന് പറഞ്ഞുകൊണ്ട് സൽമാൻ അലി ആഖ തന്നെ ആദ്യത്തെ ഓവർ എറിഞ്ഞു. ഇഷാൻ കിഷൻ ആയിരുന്നു ആദ്യത്തെ സ്ട്രൈക്കിൽ ഒരു റൺ എടുത്തിട്ട് അഭിഷേക് ശർമ്മയ്ക്ക് സ്ട്രൈക്ക് മാറ്റി കൊടുത്തപ്പോഴാണ് പലപ്പോഴായി ഓഫ് സൈഡിൽ നിന്നൊരു ബൗണ്ടറി കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു ആദ്യത്തെ 3 പന്തുകളിൽ അഭിഷേക് ശർമ്മ. എന്നാൽ ഗ്യാപ്പ് പിയേഴ്സ് ചെയ്യാൻ കഴിയാതെ 3 ഡോട്ട് ബോളുകളായി മാറിയപ്പോൾ ഇത്തവണ ഞാൻ ലോങ് ഓണിലേക്ക് അടിക്കാം എന്ന് കരുതിയാണ് അഭിഷേക് ശർമ്മ ഓഫ് സൈഡിൽ നിന്ന് മാറി ലോങ് ഓണിലേക്ക് അടിക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ആ പന്ത് 30 യാർഡ് സർക്കിളിനകത്തേക്ക് മാത്രമാണ് എത്തിയത്. അങ്ങനെ പാകിസ്ഥാൻ ആദ്യത്തെ വിക്കറ്റ് കിട്ടുകയാണ്. ഇത് പാകിസ്ഥാൻ ആദ്യത്തെ വിക്കറ്റ് കിട്ടുന്നതിനേക്കാൾ ഉപരി ഒരു വലിയ ചോദ്യം ഉയരുകയാണ്. അഭിഷേക് ശർമ്മ ഇങ്ങനെയാണെങ്കിൽ തുടരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. അഭിഷേക് ശർമ്മ ഇസ് എൻ എക്സ്പ്ലോസീവ് പ്ലെയർ, ഒരു ഘട്ടത്തിലും ഒരു തർക്കവുമില്ല. പക്ഷേ ഈ T20 ലോകകപ്പിൽ അഭിഷേക് ശർമ്മ കളിച്ച 2 മത്സരങ്ങളും ഡക്കാണ്. ആകെ 2 കളിച്ചിട്ടുള്ളൂ. ഒന്ന് USA-ക്കെതിരെ, ഇപ്പോൾ ഇത് പാകിസ്ഥാനെതിരെ. കളിച്ച 2 കളിയും ഡക്കാണ്. ഒരു മികച്ച സ്റ്റാർട്ടിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ച അഭിഷേക് ശർമ്മയാണ് വീണ്ടും ടീമിനെ ലെറ്റ് ഡൗൺ ചെയ്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴേക്കും ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങൾ ഒട്ടാകെ തന്നെ സഞ്ജു സാംസൺ തിരികെ വരണമെന്നുള്ളൊരു മുറവിളി വന്നിട്ടുണ്ട്. അഭിഷേക് ശർമ്മ ഹാർഡ് ഹിറ്ററാണ്, അതുപോലെ തന്നെയാണ് സഞ്ജുവും ഹാർഡ് ഹിറ്റർ പ്ലെയർ തന്നെയാണ്. 8 പന്തുകളിൽ 22 റൺസ് നമീബിയക്കെതിരെ അടിച്ച സഞ്ജു അതിനകത്ത് 3 6ഉം 1 4ഉമാണ്. അതായത് 22 റണ്ണിൽ 22 റണ്ണും ബൗണ്ടറിയാണ്. 100% ബൗണ്ടറി കൺവേർട്ടിംഗ് ആണ് സഞ്ജു ആ ഇന്നിങ്സിൽ കളിച്ചത്. 3 6, 1 4, 22 റണ്ണ്, ഇതാണ് സഞ്ജുവും കളിച്ചത്. പക്ഷെ അഭിഷേക് ആവട്ടെ റൺസ് കണ്ടെത്താൻ പറ്റാതെ പോയൊരവസ്ഥയാണ് പറയുന്നത്. ഇപ്പോൾ സൽമാൻ അലിയൊക്കെ സ്പിൻ ബൗളറാണ്. അപ്പോൾ ഇനി സൂചിപ്പിക്കേണ്ടത് നോക്കേണ്ടതും സ്പിൻ ബൗളേഴ്സിന് ഇനി എങ്ങനെ ഇന്ത്യ കളിക്കും എന്നുള്ളത് സ്വാഭാവികമായ ചോദ്യം നിൽക്കുകയാണ്.